മഴക്കെടുതിയിൽ വലഞ്ഞ് കൊൽക്കത്ത. നഗരത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഇതോടെ റെയിൽ, റോഡ്, വ്യോമഗതാഗതം താറുമാറായി. 91 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. മെട്രോ സർവീസും തടസ്സപ്പെട്ടു. 37 വർഷത്തിനിടെ ഏറ്റവും വലിയ മഴയാണ് ബംഗാളിൽ പെയ്തത്. കൊൽക്കത്തയുടെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം മഴ പെയ്തത്. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ദുർഗാപൂജ പരിപാടികൾ റദ്ദാക്കി. നഗരത്തെ സ്തംഭിപ്പിച്ച പ്രളയത്തിൻ്റെ ദൃശ്യങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. നഗരത്തിൻ്റെ തെക്കൻ മേഖലകളിൽ വെള്ളക്കെട്ടിലകപ്പെട്ട റോൾസ് റോയ്സിൻ്റെ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നു. ദുർഗാപൂജയ്ക്ക് ഒരുക്കിയ പന്തൽ വെള്ളത്തിൽ മുങ്ങിയതാണ് മറ്റൊരു ദൃശ്യം. നഗരത്തിൽ എല്ലായിടത്തും കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായി പെയ്ത മഴയിലാണ് നഗരം വെള്ളത്തിനടിയിലായത്. ഹൗറ, സിയാൽദക് ഡിവിഷനുകളിലെ റെയിൽവേ ലൈനുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിരവധി സർവീസ് തടസ്സപ്പെട്ടു. ദീർഘദൂര ട്രെയിൻ സർവീസുകളെയും മഴ ബാധിച്ചിട്ടുണ്ട്. ഹൗറ സ്റ്റേഷൻ യാർഡ്, സിയാൽദക് സൗത്ത് സ്റ്റേഷൻ യാർഡ്, ചിറ്റ്പൂർ നോർത്ത് ക്യാബിൻ എന്നിവിടങ്ങളിലും വെള്ളത്തിൽ മുങ്ങി. സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതോടെ മെട്രോ സർവീസുകൾ പലതും നിർത്തിവെച്ചു. നഗരത്തിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. നഗരത്തിൻ്റെ തെക്കൻ കിഴക്കൻ ഭാഗങ്ങളിലാണ് ഏറ്റവും അധികം മഴ പെയ്തത്. ഗരിയ കന്ദഹാരിയിൽ ഏതാനും മണിക്കൂറുകൾക്കിടെ പെയ്തത് 332 മില്ലിമീറ്റർ മഴയാണ്. ജോധ്പൂർ പാർക്കിൽ ലഭിച്ചത് 285 മില്ലിമീറ്റർ മഴയും, കാളിഘട്ടിൽ 280 മില്ലിമീറ്ററും, ടാപ്സിയയിൽ 275 മില്ലിമീറ്ററും, ബേലിഗഞ്ചിയിൽ 264 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്ക് കാരണം. ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ തെക്കൻ ബംഗാളിലെ ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദക്ഷിണ ബംഗാളിലെ പൂർബ മേദിനിപൂർ, പശ്ചിമ മേദിനിപൂർ, സൗത്ത് 24 പർഗാനാസ്, ജാർഗ്രാം, ബംഗുര ജില്ലകളിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.